കൊല്ലം ജില്ലയിലെ ഒരു ജനവാസ മേഖലയും വ്യവസായ കേന്ദ്രവുമാണ് മുണ്ടയ്ക്കൽ. ഈ സ്ഥലത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഇവിടുത്തെ മുണ്ടയ്ക്കൽ ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. ഇതിനുള്ളിലായി സർക്കാർ ഏജൻസിയായ കിൻഫ്രയുടെ മിനി ഇൻഡസ്ട്രിയൽ പാർക്കും സ്ഥിതി ചെയ്യുന്നു. ഈ പ്ലോട്ടിനെ വൈദ്യുതിയും ജലവിതരണവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള വ്യക്തിഗത സൈറ്റുകളായി തിരിച്ചിരിക്കുന്നു. ഈ ഡെവലപ്മെൻറ്റ് പ്ലോട്ടിൽ വിവിധ നിർമ്മാണ യൂണിറ്റുകൾ കാണപ്പെടുന്നു. ഇതിൽ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾ, പാക്കിംഗ് യൂണിറ്റുകൾ, പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റുകൾ, ഫർണിച്ചർ യൂണിറ്റുകൾ, ആയുർവേദ ഉൽപ്പന്നങ്ങളുടെ യൂണിറ്റുകൾ, പ്രിന്റിംഗ് യൂണിറ്റുകൾ തുടങ്ങി ധാരാളം വ്യവസായ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നു. ഒരു ഫർണിച്ചർ മാർട്ടിലേക്ക് കടന്നു ചെന്നാൽ വൈവിധ്യങ്ങളായ ഫർണിച്ചറുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവ വീടുകളിൽ മാത്രമല്ല, ഓഫീസ് മുറികൾ, ആശുപത്രികൾ, ബാങ്കുകൾ, കോളേജുകൾ, ഹോട്ടലുകൾ തുടങ്ങി മറ്റു സ്ഥാപനങ്ങളുടെ മോടി കൂട്ടാൻ പങ്കുവഹിക്കുന്നു. മുണ്ടയ്ക്കൽ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പ്രവർത്തിക്കുന്ന ഓക്സ്ഫോർഡ് ഫർണിച്ചറിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി അവിടുത്തെ ഓണർ സംസാരിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് മനോജ്. ഞാൻ 1989 കാക്കമ്മ കോളേജിൽ നിന്ന് BSc മാത്സ് കഴിഞ്ഞ് പുറത്തിറങ്ങിയതാണ്. എൻ്റെ കോളേജ് ഡേയ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ബോംബെക്ക് പോവുകയും അവിടെ പല സ്ഥലത്തായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഞാനൊരു 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് 92 ഞാൻ മസ്കറ്റിൽ പോവുകയും മസ്കറ്റിൽ കുറച്ച് നാൾ വർക്ക് ചെയ്യുക. അതിനുശേഷം ഞാൻ 99 തിരിച്ച് കൊല്ലത്ത് വരികയുണ്ടായി. എൻ്റെ മാരേജൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കൊല്ലത്ത് തിരിച്ചു വന്നിട്ട് എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു മസ്കറ്റിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നത്. എൻ്റെ ഇളയ ബ്രദറുമായിട്ട് ചേർന്നിട്ട് ഞങ്ങൾ ഒരു ചെറിയ ഒരുപാട് കെട്ടിടത്തിൽ പട്ടത്തിക്കാവ് അമ്പലത്തിനടുത്ത് പട്ടത്താനത്ത് ആണ് ഈ ക്വാളിറ്റി മെറ്റൽ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ ഈ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൽ കുറച്ച് ജോലിക്കാർ 3-4 പേര് വെച്ചിട്ട് പൈപ്പ് ബെൻഡ് ചെയ്ത് അയണിങ് ബോർഡ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായിട്ടാണ് നമ്മളിത് ഈ പ്രസ്ഥാനം തുടങ്ങിയത്. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ പിന്നെ കുറച്ച് ഫർണിച്ചർ കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തു. പൗഡർ കോട്ടഡ് ചെയേഴ്സും ഓഫീസ് ഫർണിച്ചറും കമ്പ്യൂട്ടർ ടേബിൾസ്, ആ സമയത്ത് കമ്പ്യൂട്ടർ ടേബിൾസ് ട്രെൻഡായിരുന്നു. ഇപ്പോൾ നമ്മൾ പാർട്ടിക്കൽ ബോർഡിൻ്റെ കമ്പ്യൂട്ടർ ടേബിൾസ് എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങി. കൂട്ടത്തിൽ ആ സെയിം ടൈമിൽ തന്നെ ഈ പൗഡർ കോട്ടഡ് ഫർണിച്ചറിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാന്റ് ഞങ്ങൾ ഉമേനല്ലൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ എൻ്റെ മറ്റ് ബ്രദേഴ്സ് ഒരു അനിയനും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരോട് ചേർന്നിട്ട് ഉമേനല്ലൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പവർ കോട്ട്സ് എന്നുള്ള പേരിൽ പൗഡർ കോട്ടിങ് യൂണിറ്റ് ഇടുകയും ചെയ്തു. കൂടാതെ വേറൊരു പ്രീമൈസും കൂടെ നമ്മളവിടെ സിഡ്കോയുടെ യൂണിറ്റ് മേടിക്കുക, അവിടെ പൈപ്പിൻ്റെ വർക്കും സോഫയുടെ വർക്കുകളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഈ സെയിം ടൈമിൽ തന്നെ ഏതാണ്ട് 20 വർഷം മുമ്പ് തന്നെ നമ്മൾ ഓക്സ്ഫോർഡ് ഫർണിച്ചർ എന്നുള്ള ഒരു ബ്രാൻഡ് കേരളത്തിൽ എനിക്ക് തോന്നുന്ന 2-3 രജിസ്റ്റേർഡ് ബ്രാൻഡാണ് 6 കിട്ടുന്നത്. ആദ്യം TM എടുത്തു, 1 വർഷം വെയിറ്റ് ചെയ്തു, ട്രേഡ് മാർക്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഓക്സ്ഫോർഡ് ഫർണിച്ചർ 6 എന്നുള്ള ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്ത് നമ്മൾ ഫസ്റ്റ് എന്ന് വെച്ചാൽ ആ ഒരു ട്രേഡ് മാർക്ക് കൂടെ നമുക്ക് ഉണ്ട് എന്നുള്ളത് ഞങ്ങളെ കമ്പനിയുടെ ഒരു ഡെവലപ്മെൻറ്റിന് നന്നായിട്ട് ഉപകരിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം ഞങ്ങൾ HNC കോമ്പൗണ്ടിൽ തന്നെ പുതിയ ഒരു സ്ഥലം കണ്ടെത്തുകയും മുണ്ടയ്ക്കൽ ഡെവലപ്മെൻറ്റ് പ്ലോട്ടിൽ അവിടെ ഓക്സ്ഫോർഡ് ഫർണിച്ചറിൻ്റെ ഓഫീസും മറ്റ് പ്രവർത്തനം അവിടെ ആരംഭിക്കുകയും ചെയ്തു. കൂടുതലും ഫർണിച്ചർ ഓഫീസ് എക്യുപ്മെൻ്റ് ആണ് അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 5 വർഷം മുമ്പ് വെച്ച് എൻ്റെ ബ്രദേഴ്സ് എല്ലാം സെയിം ഫീൽഡിൽ തന്നെ അവർ വേറെ ഫർണിച്ചറിൽ തന്നെ വേറെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ ഇവിടെ കിൻഫ്രയിൽ പുതുതായിട്ടൊരു യൂണിറ്റ് എടുത്ത് അവിടെ ഓഫീസ് ഫർണിച്ചറും പൗഡർ കോട്ടഡിൻ്റെ ഫർണിച്ചർ ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾ പ്രസന്റ് നമ്മളൊരു ജെം സപ്ലയറാണ്. ജെം സപ്ലയർ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഈ മാർക്കറ്റിംഗ് ഈ പോർട്ടലിൽ കൂടി സപ്ലൈ ചെയ്യുന്നതാണ്. ഒരുപക്ഷെ കൊല്ലത്ത് തന്നെ ആദ്യത്തെ ഒരു ഫർണിച്ചർ മാനുഫാക്ചർ സപ്ലയറാണ്, ഒരു OEM ആണ്. അവിടെ നമ്മൾ കൂടുതലായിട്ടും ഓഫീസ് ഫർണിച്ചർ, ഹെവി അലുമാരകൾ, വളരെ ഹെവി ആയിട്ടുള്ള വാൾ ടോപ്സും സ്റ്റോറേജ് യൂണിറ്റ്സുകളും പൗഡർ കോട്ടഡ് ആയിട്ട് വളരെ ക്വാളിറ്റി ആയിട്ട് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് നമ്മളുടെ ഇപ്പോഴുള്ളത്. കൂടാതെ തന്നെ ഇപ്പോൾ നമുക്ക് ട്രേഡ് മാർക്ക് ഓക്സ്ഫോർഡ് നിന്ന് കൂടാതെ ഡിപ്ലോമാറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ബ്രാൻഡും നമ്മളെ പാരലായിട്ട് തന്നെ ഉണ്ട്. കൂടുതലായിട്ടും നമുക്ക് നമ്മളുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ISRO, ESI കോർപ്പറേഷൻ, നവോദയ സ്കൂളുകൾ, റെയിൽവേസ്, അത് കണക്കുള്ള ഇൻകം ടാക്സ്, GST ഓഫീസ്, ഇത് കണക്കുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപനങ്ങളാണ് കൂടുതലായിട്ടും നമ്മൾ സപ്ലൈ ചെയ്യുന്നത്.
കസ്റ്റമേഴ്സ് ആയിട്ടുള്ളത്. കൂടാതെ തന്നെ ഹോസ്പിറ്റൽ ഫർണിച്ചറുകളെല്ലാം നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള ഒരുവിധപ്പെട്ട മെഡിക്കൽ കോളേജുകളിലെല്ലാം നമ്മൾ സപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. കൂടാതെ എഞ്ചിനീയറിംഗ് കോളേജുകളും എല്ലാം, ബിഷപ്പ് ജെറോം എഞ്ചിനീയറിംഗ് കോളേജ് ആദ്യം കോളേജ് തുടങ്ങിയ സമയത്ത് തന്നെ ഞങ്ങളാണ് അതിൻ്റെ ലാബ് സെറ്റ് ചെയ്തത്. ആ ഫസ്റ്റ് ലാബ് സെറ്റ് ചെയ്യുകയും AICTE പെർമിഷന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ചെയ്തത്. അത് കണക്ക് ആ സമയത്ത് വന്ന എല്ലാ കോളേജുകളും, ഒരുവിധപ്പെട്ട കോളേജുകളിലെല്ലാം ഞങ്ങൾ ആ സമയത്ത് ഫർണിഷ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും കുഴപ്പമില്ല. ഓരോ പുതിയ കോളേജുകളും ഹോട്ടൽ പ്രോജക്ട്സുകളും ഒക്കെ വരുന്നുണ്ട്. ഹോട്ടലിലേക്കുള്ള ബാങ്കറ്റ് ഹാൾ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഒരു ഫ്ലാഗ്ഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ബാങ്കറ്റ് ഹാൾ ചെയർസ് നമ്മൾ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാനും. ഇപ്പോൾ നമുക്കിവിടെ 35 സ്റ്റാഫാണ് ഞങ്ങളുടെ ഈ യൂണിറ്റിൽ ഉള്ളത്. പല കാറ്റഗറി ആയിട്ട് ഫാബ്രിക്കേറ്റേഴ്സ് ഉണ്ട്, കാർപ്പൻറ്റേഴ്സ് ഉണ്ട്, ഫിറ്റേഴ്സ് ഉണ്ട്, അങ്ങനെ. പിന്നെ അത് കൂടാതെ നമുക്ക് ഷോറൂംസ് ഉണ്ട്. രാമംകുളങ്ങരയും കോളത്തോടും ഷോറൂമുണ്ട്. ഓക്സ്ഫോർഡിൻ്റെതായിട്ട് തന്നെ ഷോറൂമുണ്ട്. അതിൽ ഓരോ സ്റ്റാഫ്, എൻ്റെ കൂടെയുള്ള സ്റ്റാഫുകളെല്ലാം പറയുകയാണെങ്കിൽ തുടക്കത്തിൽ വന്ന ആൾക്കാരും ഇപ്പോഴും ഉണ്ട്. 20 വർഷം പഴക്കമുള്ളവരുണ്ട്, 26 വർഷം പഴക്കമുള്ളവരുണ്ട്. അപ്പം ഏറ്റവും കൂടുതലായിട്ടും അന്ന് മുതലേ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെ ഉള്ളവർ. നമ്മുടെ നാട്ടുകാരും ഉണ്ട്, അന്യ സംസ്ഥാന തൊഴിലാളികളും വളരെ ചുരുക്കം ഇതിൽ ഉണ്ട്. സ്റ്റാഫുകളെല്ലാവരും ഞങ്ങളൊരു ഫാമിലി പോലെയാണ് ഈ ഒരു കമ്പനി കൊണ്ടുപോകുന്നത്. എൻ്റെ ഒരു വിശ്വാസം അവരെല്ലാം നല്ല സന്തോഷത്തിലാണെന്നുള്ളതാണ്. പിന്നെ ഇത് വർക്കെല്ലാം ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇപ്പോൾ കാർപ്പൻ്റർ ആയാലും നമുക്ക് അവരുടേതായിട്ടുള്ള അവർ ചെയ്യേണ്ട വർക്കുകളെല്ലാം കറക്റ്റ് സമയത്ത് ചെയ്യാനായിട്ട് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കും. സെയിൽസിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരവരെ ഡ്യൂട്ടി ചെയ്യുകയും എല്ലാ വർഷവും പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. കോവിഡ് സമയം മാത്രമാണ് നമ്മൾ സഫർ ചെയ്ത് ആ ഒരു ക്ഷീണത്തിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് ഈ ഒരു സമയമായപ്പോഴത്തേക്ക് ഏതാണ്ട് ആ പഴയ ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കോവിഡിന് മുമ്പ് എങ്ങനെ ആയിരുന്നു ആ ഒരു ലെവലിൽ ഈ ഒരു സമയത്ത് നമ്മൾ റീച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ കോവിഡ് ടൈം കഴിഞ്ഞപ്പോൾ നമ്മൾ ഒന്ന് കയറി വരാനായിട്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ ഒരു ക്ഷീണം ശരിക്കും ഇപ്പോഴൊക്കെയാണ് മാറി വന്ന് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ദൈവാനുഗ്രഹിച്ച് ഇപ്പോൾ എല്ലാം നല്ല രീതിയിൽ നടന്നു പോകുന്നു എന്നുള്ളതാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംസ്കരിച്ച് മറ്റു ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ്. റീസൈക്ലിംഗ് കൊണ്ട് മാലിന്യ നിക്ഷേപത്തെ കുറയ്ക്കുവാനും പ്ലാസ്റ്റിക് മലിനീകരണത്തിൽ നിന്ന് പരിസ്ഥിതിയെ സംരക്ഷിക്കാനും കഴിയും. മിക്കവാറും എല്ലാ റീസൈക്ലിങ്ങും മെക്കാനിക്കലാണ്. ഇത് പ്ലാസ്റ്റിക് ഉരുക്കി മറ്റിനങ്ങളാക്കി മാറ്റുന്നു. കൂടാതെ പ്ലാസ്റ്റിക് തരംതിരിക്കേണ്ടതിന് ആവശ്യമാണ്. മുണ്ടക്കൽ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റായ സെയിൻറ്റ് ആൻ്റണീസ് പോളിമേഴ്സിലെ ഓണർ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു. എൻ്റെ പേര് ആൻ്റണി. ഞാൻ സെയിൻറ്റ് ആൻ്റണീസ് പോളിമേഴ്സ് എന്ന സ്ഥാപനത്തിൻ്റെ ഉടമയാണ്. 2001 തുടങ്ങിയത്. നമ്മൾ ഈ സ്ക്രാപ്പ് കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇത് സെഗ്രിഗേറ്റ് ചെയ്ത് എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ ഉപയോഗിക്കും. ബാക്കിയുള്ളത് നമ്മൾ കയറ്റി വിടത്തേ ഉള്ളൂ. നമ്മൾ സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പ് സ്ക്രാപ്പും ഉണ്ട്. ചില സ്ക്രാപ്പുകൾ ഞങ്ങളിവിടെ എടുത്ത് കഴുകി പൊടിച്ച് മറ്റുള്ള കമ്പനികൾക്ക് ആവശ്യമുള്ളത് അയച്ചു കൊടുക്കും. പിന്നെ പ്ലാസ്റ്റിക് കുപ്പികൾ നമ്മൾ കളക്ട് ചെയ്തിട്ട് അത് പ്രസ് ചെയ്ത് വേറെ കമ്പനികളിൽ കയറ്റി വിടും. ചില സാധനങ്ങൾ ഇവിടെ ഉരുക്കി ഇവിടെ തന്നെ ഉപയോഗിക്കും. നമ്മൾ പ്ലാസ്റ്റിക് പേപ്പർ ഉണ്ടാക്കുന്നുണ്ട്, പഴയ പ്ലാസ്റ്റിക് ഉണ്ട്. പല പല ഗ്രേഡുകളുണ്ട്. സോസിൽ നിന്ന് വന്നിട്ട് നമുക്ക് പല പല ഗ്രേഡുകളുണ്ട്. അപ്പോൾ അതെടുത്ത് ഓരോരുത്തർ മാനുവലായിട്ടിരുന്ന് സെഗ്രിഗേറ്റ് ചെയ്യും. ചിലപ്പോൾ ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത വേസ്റ്റുകളുണ്ട്, അത് വേറെ സെഗ്രിഗേറ്റ് ചെയ്യും. പിന്നെ കളർ അനുസരിച്ച് സെഗ്രിഗേറ്റ് ചെയ്യും. പിന്നെ പേപ്പർ വേറെ, പിന്നെ ഇച്ചിരി ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ വേറെ, പിന്നെ മെറ്റീരിയലുകൾ. അപ്പോൾ അതെല്ലാം പല പല ഗ്രേഡുകളായിട്ട് മാറ്റും. റീസൈക്ലിംഗ് ആയിട്ട് എല്ലാം യൂണിഫോം ആയിട്ടുള്ള ചെറിയൊരു ഇതായിട്ട് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് അത് പൊടിച്ചിട്ട് അത് ഓരോ കമ്പനികളുണ്ട്. ഇത് ആവശ്യമുള്ള ഓരോരോ കമ്പനികളുണ്ട്, അതെല്ലാം അവർക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ അവർ അത് പുതിയ പ്രോഡക്റ്റ് ആയിട്ട് അങ്ങ് വരത്തേ ഉള്ളൂ. നമ്മൾ തമിഴ്നാട്ടിലുണ്ട്, കേരളത്തിൽ കൊടുക്കും. പിന്നെ കേരളത്തിൽ നിന്ന് പുറത്തുള്ള ഗുജറാത്ത് വരെ പോകും. ഈ പെറ്റ് ബോട്ടിൽസ് ഒക്കെ ഗുജറാത്ത് വരെ പോകും. റീസൈക്ലിംഗ് നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഇത് എന്തായാലും ഇത് എല്ലാവരും നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അല്ല, ഉപയോഗിക്കാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ലൈഫിൽ എല്ലാത്തിലും ഉപയോഗിക്കുന്ന ഇതാണ് പ്ലാസ്റ്റിക്. അല്ലാതെ നമുക്ക്
പൂർണ്ണമായിട്ട് നിർത്തലാക്കാൻ പറ്റത്തില്ല. പിന്നെ ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് അത് ഡിസ്പോസ് ചെയ്യുക, അതാണ് നമ്മൾ മെയിനായിട്ടും ചെയ്യേണ്ടത്. റീസൈക്ലിംഗ് ഇപ്പം പ്ലാസ്റ്റിക് നമുക്ക് വേസ്റ്റ് നേരത്തെ കാട്ടി തീരെ കുറവാണ് വരുന്നത്. പിന്നെ അത് സെഗ്രിഗേറ്റ് ചെയ്യാനുള്ള വർക്ക് ഫോഴ്സും കുറവായിരുന്നു. അപ്പം അവരും ജോലിക്കാരെയും കിട്ടുന്നില്ല. അപ്പം എല്ലാവരും വെച്ച് നല്ല വൈറ്റ് കോളർ ജോബിനാണ് പോകുന്നത്. ഇപ്പം ഈ കുറഞ്ഞ ജോലിക്ക് അതിന്റെ സാലറിയും അവർ ഇത് ടാലിയായി വരുന്നില്ല. പൊതുവെ വരവ് കുറവാണ്, വേസ്റ്റ് പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് കുറവാണ് നേരത്തെ കാട്ടി. എൻ്റെ പേര് വിശ്വംഭരൻ. ഞാനിവിടെ 3.5 കൊല്ലമായി ജോലിക്ക് വന്നിട്ട്. എനിക്ക് വർക്ക്ഷോപ്പ് പണിയായിരുന്നു. വർക്ക്ഷോപ്പിൽ ഞാൻ പാച്ച് വർക്കറായിരുന്നു. കൊറോണ കാലം ആയപ്പോഴത്തേക്ക് വർക്ക്ഷോപ്പിലെ പണിയൊക്കെ പോകും. പണിയില്ലാതെ നിന്നിട്ട് ഇവിടെ എൻ്റെ പരിചയത്തിലുള്ള ആണ് ഇത് നടത്തുന്ന ആൾ. ഇത് നടത്തുന്ന ആൾ 40 കൊല്ലമായിട്ട് എനിക്കറിയാവുന്നത്. അങ്ങനെ എനിക്കിവിടെ പണി വന്നു. ഞാൻ ഇപ്പം 3.5 കൊല്ലമായിട്ട് ഇവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ മറ്റുള്ള കൊച്ചു കൊച്ചു ആക്രി കടകളിൽ നിന്ന് സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് ഐറ്റം തിരിച്ച് തമിഴ്നാട്, ആന്ധ്ര, ഒറീസ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ കയറ്റി അയക്കും. ഈ നമ്മൾ വെള്ളം കുടിക്കുന്ന കുപ്പി ഉണ്ടല്ലേ, പ്ലാസ്റ്റിക് കുപ്പി, അത് കൊണ്ടുവന്നിട്ട് ഹൈഡ്രോളിക് പ്രസ്സിൽ കയറ്റി 150 കിലോ വെയിറ്റിൽ ബണ്ടലാക്കിയിട്ട് വലിയ വണ്ടികളിൽ ഇവിടുന്ന് കയറ്റി അയച്ചിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ പണി. ഇവിടെ ഞങ്ങൾ 10-15 ജോലിക്കാരുണ്ട്. മുടങ്ങാതെ ഞങ്ങൾക്ക് ജോലി തരുന്നുണ്ട്. വർക്ക്ഷോപ്പ് പണി പോയതിന് ശേഷം ഇവിടെ വന്ന് ശമ്പളം കുറവാണെങ്കിലും സ്ഥിരമായിട്ടുള്ളൊരു പണിയാണ്. എല്ലാ ദിവസവും പണിയാണ്. ഞായറാഴ്ച മാത്രം പണിയാണ്. ശനിയാഴ്ച ദിവസം എല്ലാവർക്കും കറക്റ്റായിട്ട് ശമ്പളം കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ ട്രേ ഒക്കെ വെട്ടി ഇത് ചാക്കിനകത്ത് നിറച്ചിട്ട് തമിഴ്നാട്ടിലേക്ക് ബക്കറ്റ്, കച്ചട, സ്റ്റീല് ഇങ്ങനെ ഓരോരോ ഐറ്റങ്ങളായിട്ട് കയറ്റി അയക്കുന്ന പണിയാണ് ഇവിടെ. നമ്മൾ പഴയ കസേരകൾ കൊണ്ടുവന്നിട്ട് അതെല്ലാം ഇതാണ് പോലെ വെട്ടിയും വെട്ടാത്തത് അല്ലാതെയും ഇവിടുന്ന് കയറ്റി അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നടത്തുന്ന 2 പേര് പാർട്ട്ണർഷിപ്പാണ്. പ്ലാസ്റ്റിക് റീസൈക്ലിംഗുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. പ്ലാസ്റ്റിക് ഉരുക്കുമ്പോഴുണ്ടാകുന്ന പുകയും പൊടിക്കുമ്പോഴുള്ള പൊടികളും അവർക്ക് ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. എനിക്കിതിൻ്റെ വർക്കാണ്, ബ്ലേഡ് ഗ്രൈൻഡിങ്ങിൻ്റെ വർക്കാണ്. പിന്നെ ഈ എന്തെങ്കിലും മെഷീൻ്റെ കംപ്ലൈൻ്റൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് ഞാൻ വെൽഡറാണ്. ഞാൻ തലയിൽ ചാക്കുന്നു. വർഷം 10-20 കൂടുതലായിരിക്കും. എൻ്റെ കൂടെ നിന്നവരൊക്കെ ഇവിടുന്ന് കാലും കൈയും വയ്യാതെ ഇവിടുന്ന് പോയി. അപ്പോൾ ഞാനിപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. പിന്നെ കൂടുതലല്ല ഈ പ്ലാസ്റ്റിക്കിൻ്റെ അല്ലേ, കെമിക്കലാണ് പൊടിക്കുന്ന പ്ലാസ്റ്റിക്. മറ്റേ PVC പൈപ്പ്, പിന്നെ സിൻറ്റേജ് ടാങ്ക്, പിന്നെ ട്രേ, വിൽമ ട്രേ, ചെമ്മീൻ ട്രേ, അതൊക്കെ പേപ്പറിൻ്റെ പണിയൊക്കെ. അതൊക്കെ എന്ന് വെച്ചാൽ പല സൈസ് പേപ്പറൊക്കെ വരുന്നത്. ഭയങ്കര വാടയും ഭയങ്കര സ്മെല്ലൊക്കെ ആയി. കാര്യം ശരീരമൊക്കെ ക്ഷീണിച്ച് പോത്തോ നന്നായി വരത്തില്ല. ഞാൻ ഇവിടെ കയറിയപ്പോൾ തന്നെ ഞാൻ ഒരു ഗുണ്ടാനായിരുന്നു. ഇതൊക്കെ കെമിക്കലൊക്കെ കയറി ഇപ്പം വയ്യ. എൻ്റെ പേര് റീല. പിന്നെ ഇവിടെ ഞാൻ വന്നിട്ട് 3 വർഷമായി. വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ ശമ്പളം സാലറിയൊക്കെ തരുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഈ പ്ലാസ്റ്റിക് പേപ്പർ പുറത്തുനിന്ന് എടുത്ത് അത് ഉരുക്കി വീണ്ടും അത് പൊടികളാക്കി ഷീറ്റടിച്ച് പോകും. വളരെ മാന്യമായ രീതിയിൽ പോകും. കുഴപ്പമില്ല. മെഷീൻ നല്ല ഡേഞ്ചറൊന്നും ഇല്ലാത്തതാണ്. പിന്നെ അവർ ക്ലീൻ ചെയ്യുന്നുണ്ട്. നമ്മൾ പറയുന്നതനുസരിച്ച് അവർ നല്ല മാറ്റി തരുന്നുണ്ട്. അത് ഉരുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ അതുപോലത്തെ പേപ്പറില്ലേ, വെള്ള പേപ്പർ, അത് പുറത്തുനിന്ന് എടുത്തിട്ട് നമ്മൾ മെഷീൻ വഴി ഉരുക്കിയിട്ട് കട്ടകളാക്കിയിട്ട് അത് വീണ്ടും റിട്ടേൺ ചെയ്ത് പൊടിക്കും. ചെറിയ പൊടികളാണ്. പിന്നെ വേറെ ബോയ്സ് ഉണ്ട്, അവർ ഷീറ്റുകളാണ് കറക്റ്റ് മാസ്ക് വെക്കുന്നുണ്ട്. കുഴപ്പമില്ല. ഇങ്ങനെയുള്ള ഉപയോഗം അത് പുറത്തോട്ട് കൊടുത്ത് വേറെ കടകളിൽ സെയിൽ ചെയ്യും. നിർമ്മാണ ഉൽപ്പന്ന വ്യവസായങ്ങളിൽ ചെറുതും വലുതുമായ വസ്തുക്കൾ നിർമ്മിക്കുന്നതിന് അലൂമിനിയം വ്യാപകമായി ഉപയോഗിക്കുന്നു. റീസൈക്ലിംഗ് അഥവാ പുനരുപയോഗത്തിലൂടെ അലൂമിനിയം അടങ്ങിയ വസ്തുക്കൾ കീറിമുറിച്ച് ഉരുക്കി അലൂമിനിയം വേർതിരിച്ചെടുക്കുന്നു. ഇത് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനായി ഉപയോഗിക്കുന്നു. ഖനനവുമായി താരതമ്യം ചെയ്യുമ്പോൾ അലൂമിനിയം റീസൈക്കിൾ ചെയ്യുന്നതിന് വളരെ കുറച്ച് ഊർജ്ജം മതി. ഇത് ചെലവ് കുറഞ്ഞതുമാണ്. കൂടാതെ ഇതിൻ്റെ ഗുണനിലവാരവും കുറയുന്നില്ല.
ഇതിനെക്കുറിച്ച് ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ശ്രീമുരുക അലൂമിനിയം മാനുഫാക്ചറിംഗ് യൂണിറ്റ് നടത്തുന്ന വ്യക്തി സംസാരിക്കുന്നു. വിനീത്. റീസൈക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലുമിനിയം പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്നത് വന്നിട്ട് നമുക്ക് സ്ക്രാപ്പാണ് മെൽറ്റിംഗ് പ്രോസസ്സ് വന്നിട്ട് മെൽറ്റിംഗ് പ്രോസസ്സ് കഴിഞ്ഞിട്ട് അത് ഷീറ്റാവും. ഷീറ്റ് നമ്മൾ ഹാൻഡിൽ ചെയ്ത് അതിൻ്റെ ടെമ്പർ കുറച്ച ശേഷമാണ് നമ്മൾ പാത്രം ഉണ്ടാക്കുന്നത്. അപ്പം അത് അതിൻ്റെ ഡൈ ചെയ്തിട്ട് നമ്മൾ മാൻ പവറിലാണ് നമ്മൾ പാത്രം ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കണ്ടൻസ് ഒന്നും മിക്സ് ആവുന്നില്ല, ഒരു സാധനവും മിക്സ് ആവുന്നില്ല. നമ്മൾ ഈ പ്രോസസ്സ് മെൽറ്റ് ആവാൻ നേരത്തെ തന്നെ ഇതിനകത്തുള്ള എന്ത് അതായത് വേസ്റ്റേജ് ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറിക്കിട്ടും. വേറെ ഇതിനകത്ത് പ്രോസസ്സിംഗ് ആയിട്ട് അലുമിനിയത്തിനകത്ത് വേറെ പ്രോസസ്സിംഗ് ഒന്നും പ്യുവർ അലുമിനിയം അല്ലാതെ വേറെ ഒരു സാധനവും അതിനകത്ത് മിക്സ് ആവത്തില്ല. വേറെ നമുക്ക് അതിനകത്ത് എന്ത് മിക്സ് ആയാലും നമ്മൾ ഈ മെൽറ്റ് ചെയ്ത് വരുമ്പം നമുക്ക് ലാവയുടെ ഫോം ആവും. ലാവ ഫോം ആകുമ്പോൾ നമുക്ക് അതിനകത്തുള്ള വേസ്റ്റേജ് എന്തുണ്ടെങ്കിലും അത് മുകളിൽ നമുക്ക് പാട പോലെ വരും. നമ്മളത് മൊത്തം മാറ്റിക്കളഞ്ഞിട്ട് ബാക്കിയുള്ള അലുമിനിയം മാത്രമേ നമ്മൾ വെളിയിലോട്ട് എടുക്കത്തുള്ളൂ. വേറെ ഒരു സാധനം നമ്മൾ എടുക്കാറില്ല. അത് പ്രോസസ് ആയി കഴിഞ്ഞാൽ അത് പില്ലറ്റ് ആകും. പില്ലറ്റ് നമുക്ക് കോൾഡ് റോളാണ്. നമുക്ക് കോൾഡ് റോളിനകത്ത് നമ്മൾ കയറ്റിയിട്ട് ഷീറ്റാക്കും. ഷീറ്റ് ആനൽ ചെയ്യും. പിന്നെ രണ്ടാമത് വീണ്ടും കോൾഡ് റോളിൽ കയറ്റിയിട്ട് നമ്മൾ ഷീറ്റ് ആക്കിയിട്ട് അത് പിന്നെ ആനൽ ചെയ്ത ശേഷം സർക്കിളായിട്ട് കട്ട് ചെയ്യും. സർക്കിൾ കട്ട് ചെയ്ത ശേഷം നമുക്ക് അതിന് ഓരോ ഷേപ്പിൽ ഓരോ സൈസിനുള്ള സർക്കിളുണ്ട്. അപ്പോൾ ആ സൈസിനുള്ള സർക്കിൾ നമ്മൾ സ്പിന്നിങ് ലേത്തിനകത്ത് കയറ്റി കഴിഞ്ഞാൽ മാൻ പവറിൻ്റെ സഹായത്തോടെ നമുക്കത് ചരുവോ അല്ലെങ്കിൽ കലവോ അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രമോ അല്ലെങ്കിൽ എന്താ പ്രോസസ്സോ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് ഹൈഡ്രോളിക് പ്രസ്സിനകത്ത് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ട്രേ അതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സായിട്ട് പ്രസ് ചെയ്തെടുക്കുന്ന ഐറ്റങ്ങളെല്ലാം നമ്മൾ അതിനൊന്ന് പ്രസ് ചെയ്തെടുക്കും. ബേക്കറി ഐറ്റങ്ങൾ ഏവർക്കും പ്രിയമുള്ളതാണ്. ബ്രെഡ്, പേസ്ട്രി, കുക്കീസ് തുടങ്ങിയ ബേക്കറി ഐറ്റങ്ങൾക്ക് എപ്പോഴും ആവശ്യക്കാർ ഉണ്ട്. ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം വൈവിധ്യങ്ങളായ വിഭവങ്ങൾ ബേക്കറികളിൽ തയ്യാറാക്കുന്നുണ്ട്. മുണ്ടക്കൽ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ബേക്ക് ഹൗസ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ജീവനക്കാരൻ അവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. എൻ്റെ പേര് ബിജു. ഞാൻ ഒരു 26 കൊല്ലത്തിനകത്ത് ബേക്കറി ഫീൽഡിലേക്ക് വന്നിരിക്കുന്നു. ഞാൻ കേക്ക് ബേക്കറാണ്. ഇവിടുത്തെ ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ ഓണർ പ്രവീൺ ദേവ് എന്ന് പറയും. പുള്ളി ഇത് 28-30 കൊല്ലത്തിനകത്ത് തുടങ്ങിയാണ്. അന്ന് തൊട്ടേ ഞാനുണ്ട്. ഇവിടെ നിന്നാണ് വർക്ക് ചെയ്യാൻ പഠിച്ചത്. പുള്ളി നല്ല മുതലാളിയാണ്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും പുള്ളി നിൽക്കുന്നുണ്ട്. ബ്രെഡുകൾ, ബന്നുകൾ, കുക്കീസുകൾ, പിന്നെ അതുപോലെ തന്നെ ബേക്കിംഗ് ഐറ്റം ഫുള്ള് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. വെഡ്ഡിങ് കേക്കുകൾ, ബർത്ത്ഡേ കേക്കുകൾ, പേസ്ട്രീസുകൾ, ഞങ്ങളുടെ ഹണി ഡോണറ്റ്, അതുപോലെ തന്നെ ജാം റോളുകൾ, വെറൈറ്റി കളർ പാക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾ. പിന്നെ ഞങ്ങളുടെ കുക്കീസുകൾ, മസാല കുക്കീസ്, അതുപോലെ ആൽമണ്ട് കുക്കീസ്, അതുപോലെ ബനാന കുക്കീസ്, അതുപോലെ തന്നെ ചെസ് കുക്കീസ്, അതുപോലെ വെറൈറ്റി കുക്കീസുകളുണ്ട്. പ്ലം കേക്ക് ഞങ്ങളുടെ വെറൈറ്റി പ്ലം കേക്കുണ്ട്. സീസൺ അനുസരിച്ചാണ് ഞങ്ങൾ. കേക്കിന് ഒരു സെഷൻ, കേക്കിന് വേണ്ടിയിട്ട് മാത്രം ഒരു സെഷനുണ്ട് ഞങ്ങൾക്ക്. ബ്രെഡ് ബന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു സെഷനുണ്ട്. ബേക്ക് വേഡ് എന്ന് പറഞ്ഞ ഔട്ട്ലെറ്റാണ് നൈറ്റ്സിൻ്റെ. പിന്നെ ഞങ്ങൾ കുറച്ച് ഔട്ട്ലെറ്റ് ധന്യ സൂപ്പർ മാർക്കറ്റിൽ ഞങ്ങൾ ചെയ്യുന്നു. കൊല്ലം ജില്ലയാണ് മെയിൻ ഞങ്ങൾ. വ്യവസായ എസ്റ്റേറ്റുകളുടെ ഭാഗമായ ഈ സൈറ്റുകൾ ചെറുകിട ഇടത്തരം വ്യവസായ മേഖലയിൽ വികസിപ്പിക്കുന്നതിനും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുമുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു സംരംഭമാണ്. ഇത്തരം സംരംഭങ്ങൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ബിസിനസ് നടത്താനും സാമ്പത്തികമായി മുന്നേറാനും സഹായിക്കുന്നു.